പരിശുദ്ധന്മാരായ പത്രോസിനും യോഹന്നാനും ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവം. സുന്ദരമെന്ന ഗോപുരത്തിൽ ദിവസേന ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന 40 വയസ്സിനടുത്തുള്ള ഒരു മനുഷ്യൻ തങ്ങൾക്ക് എന്തെങ്കിലും അവരിൽ നിന്ന് ലഭിക്കുമെന്ന് വിചാരിച്ച് അവരെ സൂക്ഷിച്ചു നോക്കി. എന്നാൽ പത്രോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും അവരെ ഉറ്റുനോക്കുകയും പത്രോസ് ശ്ലീഹ പറയുകയാണ്, പൊന്നും വെള്ളിയും എനിക്ക് ഇല്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു. കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഇത് ക്രിസ്തീയ സഭയുടെ ദൗത്യ നിർവഹണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പരിശുദ്ധാത്മാവ് അഭിഷേകം ലഭിച്ച ശിഷ്യന്മാർ തങ്ങൾക്ക് എന്ത് ഉണ്ട്, തങ്ങൾക്ക് എന്ത് ഇല്ല എന്ന് ആത്മാവിൻ്റെ വിവേകശക്തി മൂലം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് സ്വർണവും വെള്ളിയും ഞങ്ങളുടെ പക്കലില്ല, അതവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്തുണ്ടെന്ന് ഇതിനു മുമ്പ് അവർ തെളിയിച്ചിട്ടില്ല. അങ്ങനെ ഇതിനു മുമ്പ് തെളിയിച്ചിട്ടില്ലെങ്കിലും ആത്മാവ് അവർക്ക് നൽകുന്നതായ ആ ധൈര്യം, തങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അവർ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നുവെന്നും ക്രിസ്തു തങ്ങളോടുകൂടെ ഉണ്ടെന്നുമുള്ള ആ ബോധ്യത്തിൽ അവർ പറയുകയാണ്, കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ ലോകത്തിന് പാപമോചനം നൽകുന്ന, ലോകത്തിന് സൗഖ്യം നൽകുന്ന, ലോകത്തിന് സമാധാനം നൽകുന്ന, ലോകത്തിന് ആശ്വാസം നൽകുന്ന മഹത്തായ നാമമാണ് നമ്മുടെ രക്ഷകനായ യേശുമിശിഹാ തമ്പുരാന്റെ. ആ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ അവൻ കുതിച്ച് എഴുന്നേറ്റ് ദൈവത്തെ അവരോടൊപ്പം മഹത്വപ്പെടുത്തി ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ ഇടയായി. സഭ ഈ ദിവസത്തെ സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വർണവും വെള്ളിയും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലമതിക്കാൻ കഴിയാത്തതായ ക്രിസ്തുവിൻ്റെ അന്യൂന്യമായ ആ നാമം, സ്വർണത്തെക്കാൾ വിലയുള്ളതായ മഹത്തായ പ്രവർത്തനം നടക്കുന്നതായ ആ ദിനത്തെ സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് അതിൻ്റെ പകിട്ടും മഹത്വവും വിലയും പ്രത്യക്ഷത്തിൽ വരുവാൻ തക്കവണ്ണം സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് വിശേഷിപ്പിച്ചിരിക്കുക. ഈ ദിവസത്തിൽ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഷമ്മാശൻ വൈദിക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. പൗരോഹിത്യ പട്ടത്വ ക്രമങ്ങൾ ചെറുതും വലുതും ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് കശീശായുടേത്, പുരോഹിത സ്ഥാനം. നമ്മുടെ ഇടയിൽ ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസം നേടി ഭദ്രാസന മെത്രാപ്പോലീത്ത ആയിരുന്ന അഭിമന്യ എപ്പിഫാനോസ് തിരുമേനിയുടെ സമീപത്ത് വന്ന് തിരുമേനി തെരഞ്ഞെടുത്ത് തിരുമേനിയാൽ സെമിനാരിയിൽ പരിശീലനത്തിനായി അയക്കുകയും അവിടെ പരിശീലനം പൂർത്തീകരിച്ച് തുടർന്നും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനും ഇപ്പോൾ BEdും പഠിച്ചുകൊണ്ടിരിക്കുകയും വിവാഹിതനായി തീരുകയും ചെയ്ത് കഴിഞ്ഞ 21-ാം തീയതി ബലഹീനായ എൻ്റെ കരങ്ങളാൽ പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണ ഷമ്മാശ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ജിനു ജോൺ എന്നറിയുന്നതായ തോമസ് ഷമ്മാശനാണ് ഇന്ന് അത്യുന്നതമായ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഈ വിശുദ്ധ ദേവാലയത്തിൽ വെച്ച് ഈ ശുശ്രൂഷ നിർവഹിച്ചാൽ അനുഗ്രഹമായിരിക്കും, സന്തോഷമാവുമെന്നുള്ള ഷമ്മാശന്റെ അഭ്യർത്ഥനയും കൂടെ മാനിച്ചാണ് ഇവിടെ വെച്ച് നടത്തുവാൻ തക്കവണ്ണം ഇടയായത്.
ഈ ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്തയായ അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലെമ്മീസ് തിരുമേനിയെയും അഭിവന്ദനായ എപ്പിഫാനിയോസ് തിരുമേനിയും ഈ സന്ദർഭത്തിൽ നന്ദിയോടെ ഓർക്കുകയും അവരുടെ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹ ആശിസ്സുകൾ നേടിക്കൊണ്ട് ബലഹീനായ ഞാൻ ഈ പൗരോഹിത്യ പദവിയിലേക്ക് ശമ്മാസിനെ ഉയർത്താം എന്ന് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അഭിവന്യ പിതാക്കന്മാരെ നേരിട്ട് കണ്ട് ഈ ഭദ്രാസനം നടക്കുന്നതായ പട്ടംകുടകളുടെ കാര്യങ്ങൾ പറയുകയും ക്ഷണിക്കുകയും ചെയ്തു. സ്ഥലത്തിൻ്റെ ഈ ദൂരമുള്ള യാത്ര കൊണ്ട് അതിൽ വന്ന് സംബന്ധിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ കൊണ്ടും എല്ലാ പിതാക്കന്മാരുടെയും പ്രാർത്ഥനകളും ആശംസകളും ആദ്യോടന്തം ഉണ്ടാകാൻ വിധം അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദൈവ ജനത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത്, ദൈവം വിളിച്ച്, ദൈവം പരിശീലനം നൽകി, ദൈവം അഭിഷേകം നൽകി, പട്ടത്ത ദാനം ലഭിച്ച് ജനത്തിനു വേണ്ടി ശുശ്രൂഷിക്കുന്നവരാണ് പുരോഹിതർ. ദൈവത്തിൻ്റെ ഹിതം മുന്നമേ അറിയുക, ജനത്തിന് മുമ്പാകെ തന്നെ നടക്കുക. പുരോഭാഗം അത് അതിൻ്റെ മുൻഭാഗമാണ്. ഹൈറോസ് എന്നുള്ള വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ പുരോഹിതൻ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. ആ വാക്ക് വന്നിരിക്കുന്നത് ഹെറോസ് എന്നുള്ള ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്.